കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിൻ്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം. കലയുമായി, പ്രത്യേകിച്ച് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ അറിവിൻ്റെ ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങൾ. ആദ്യത്തെ ചോദ്യം, നഗ്നപാതനായ ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? നഗ്നപാതനായ ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ ആര് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം എം.എഫ്. ഹുസൈൻ ആണ് നഗ്നപാതനായ ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. എം.എഫ്. ഹുസൈൻ ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ആധുനികകാല ചിത്രകാരനായിരുന്ന വ്യക്തിയാണ്. മക്ബൂൽ ഫിദ ഹുസൈൻ എന്ന എം.എഫ്. ഹുസൈൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേരാണ് എം.എഫ്. ഹുസൈൻ. യഥാർത്ഥ നാമം എന്ന് പറയുന്ന മക്ബൂൽ ഫിദ ഹുസൈൻ എന്ന പേരിന്റെ ചുരുക്കപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, എം.എഫ്. ഹുസൈൻ എന്ന പേരിൽ. 1940-കളിലാണ് അദ്ദേഹം ചിത്രകാരനായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് 1952 സൂറിച്ചിൽ നടന്ന ഏകാംഗ ചിത്ര പ്രദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ യൂറോപ്പിലും അമേരിക്കയിലും പരക്കെ അംഗീകാരം നേടി എന്നത് ചരിത്രമാണ്. അപ്പോൾ ഒരു ചരിത്രകാരന് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജനനം 1915 സെപ്റ്റംബർ മാസം 17-നാണ്. മരണം 2011 ജൂൺ മാസം 9-ന് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ എന്നിവയൊക്കെ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള മഹത് വ്യക്തി കൂടിയാണ് എം.എഫ്. ഹുസൈൻ. 1967 ചിത്രകാരന്റെ കണ്ണുകളിലൂടെ എന്ന തന്റെ ആദ്യത്തെ ചലച്ചിത്രം നിർവഹിച്ച അദ്ദേഹം ഈ ചിത്രത്തിന് ബെർലിൻ ചലച്ചിത്ര ഉത്സവത്തിൽ പ്രദർശിപ്പിക്കുകയും ഗോൾഡൻ ബെയർ പുരസ്കാരം ഒരേ സമയം ലഭിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2010 ഖത്തർ പൗരത്വം സ്വീകരിച്ച അദ്ദേഹം ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നഗ്നപാതനായിട്ടുള്ള ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള, ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ ആര്? ചോദ്യത്തിന്റെ ഉത്തരം എം.എഫ്. ഹുസൈൻ ആണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഉണ്ട്, മോണലിസ അല്ലേ? ഈ മോണലിസ എന്ന പെയിന്റിങ് നമ്മൾ പലപ്പോഴും പടങ്ങളിലൂടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയും ഇന്റർനെറ്റിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു പെയിന്റിംഗ് തന്നെയാണ്. അപ്പോൾ മോണലിസ പെയിന്റിങ്ങിന്റെ അല്ലെങ്കിൽ ഈ പെയിന്റിങ് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, മോണലിസ പെയിന്റിംഗ് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ്? നമുക്കറിയാം മോണലിസ എന്ന് പറയുന്നത് ഡാവിഞ്ചിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്, അല്ലെങ്കിൽ സൃഷ്ടിയാണ് എന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ മോണലിസ പെയിന്റിംഗ് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം ലൂവ്രെ മ്യൂസിയത്തിലാണ്. പാരീസിൽ ലൂവ്രയിലാണ് മോണലിസ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്. ലൂർവെന്നും പറയാറുണ്ട്. പാരീസ് നഗരത്തിലെ വിഖ്യാത കലാ മ്യൂസിയമാണ് ലൂവ്രെ മ്യൂസിയം. ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻ കൊട്ടാരം കൂടിയായ ഇവിടം ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ലൂവ്രെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരു മ്യൂസിയം എന്ന് പറയുന്നതും ലൂവ്രെയാണ്. സ്ഥാപിതം 1793-ലാണ്. അപ്പോൾ ഈ വർഷമൊക്കെ ഓർത്തിരിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ പെയിന്റിങ്ങുകൾ, ഈ കലാസൃഷ്ടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പോയി കണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇതെല്ലാം. സ്ഥാനം എന്ന് പറയുന്നത് പാലസ് റോയലെ മ്യൂസി ഡ്യൂ ലൂവ്രെ, പാരീസ്, ഫ്രാൻസിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി റെംബ്രാൻഡ്, ലിയനാർഡോ ഡാവിഞ്ചി എന്നിവരുടെയൊക്കെ കൃതികൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ പ്രാചീനം, പൗരസ്ത്യം, ഈജിപ്ഷ്യൻ മുതലായിട്ടുള്ള ശില്പകലകൾ, പെയിന്റിങ്ങുകൾ, രേഖാചിത്രണം എന്നീ 7 വിഭാഗങ്ങളോളം ഈ മ്യൂസിയത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡാവിഞ്ചിയുടെ പ്രശസ്തമായിട്ടുള്ള മോണോലിസ ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ വിസിലേഴ്സ് മദർ എന്ന ചിത്രവും പ്രശസ്ത ഗ്രീക്ക് പ്രതിമകളായ വീനസ് ദേ മില്ലോ എന്നിവയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നവയൊക്കെയാണ്. അപ്പോൾ മോണോലിസ പെയിന്റിങ് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പാരീസിലെ ലൂവ്രെ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. വെളിച്ചത്തിന്റെയും നിഴലുകളുടെയും രാജാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ. ചോദ്യം ഇതാണ്, വെളിച്ചത്തിന്റെയും നിഴലുകളുടെയും രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ. ഉത്തരം റംബ്രാൻഡ് ആണ്. വെളിച്ചത്തിന്റെയും നിഴലുകളുടെയും രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി. റംബ്രാൻഡ് എന്ന് പറയുമ്പോൾ നെതർലാൻഡ്സിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനും കൊത്തുപണിക്കാരനുമായിരുന്നു റംബ്രാൻഡ്. ചരിത്രകാരന്മാർ ഡച്ച് ജനതയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ അധികവും സൃഷ്ടിക്കപ്പെടുന്നത്. കൂടാതെ കലാചരിത്രത്തിലെ തന്നെ അല്ലെങ്കിൽ ഡച്ച് കലാചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാളായി
അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായും, അതായത് ഡച്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായും കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് റംബ്രാൻഡ്. ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്ന റംബ്രാൻഡ് എന്ന് തന്നെയായിരുന്നു. ജനനം 1606 ജൂലൈ മാസം നെതർലൻഡ്സിലാണ് അദ്ദേഹം ജനിച്ചത്. അന്തരിച്ചത് 1669 ഒക്ടോബർ മാസം നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: വെളിച്ചത്തിന്റെയും നിഴലുകളുടെയും രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ഡച്ച് ചിത്രകാരൻ. ഉത്തരം റംബ്രാൻഡ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സർ റിയലിസ്റ്റിക് രീതിയിൽ ചിത്രം വരച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള സ്പാനിഷ് ചിത്രകാരൻ. അപ്പോൾ ഒരുപാട് ചിത്രകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ, രാജാ രവിവർമ്മയെ പോലെയൊക്കെയുള്ള. പക്ഷേ ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സർ റിയലിസ്റ്റിക് രീതിയിൽ ചിത്രം വരച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള സ്പാനിഷ് ചിത്രകാരൻ ആരായിരുന്നു എന്നതാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം സാൽവദോർ ദാലിയാണ് സർ റിയലിസ്റ്റിക് രീതിയിൽ ചിത്രം വരച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള സ്പാനിഷ് ചിത്രകാരൻ. ജീവിതത്തിന്റെ അതിസങ്കീർണ ഭാവങ്ങളെ രചനകളിൽ ആവഹിച്ച പ്രതിഭാശാലിയായ ചിത്രകാരനായിരുന്നു സാൽവദോർ ദാലി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാൽവദോർ ഡൊമിംഗോ ഫിലിപ്പെ ജക്വിൻറ്റെ ദാലി ഈ ഡോ എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പോൾ സാൽവദോർ ഡൊമിംഗോ ഫിലിപ്പെ ജക്വിൻറ്റോ ദാലി എന്ന് പറയുന്ന സാൽവദോർ ദാലി ജീവിതത്തിന്റെ അതിസങ്കീർണ ഭാവങ്ങളിലൊക്കെയാണ് തൻ്റെ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. കൂടാതെ അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള സർ റിയലിസ്റ്റിക് കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ജനനം 1904 സ്പെയിനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മരിച്ചത് 1989 ജനുവരിയിൽ സ്പെയിനിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ചിത്രരചന, ഛായാഗ്രഹണം, ശില്പകല, സാഹിത്യം, ചലച്ചിത്രം എന്നീ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാൻഗോഗ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആംസ്റ്റർഡാമിലാണ് വാൻഗോഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിൻസെന്റ് വാൻഗോഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമകാലികരുടെയും സൃഷ്ടികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഡച്ച് ആർട്ട് മ്യൂസിയമാണ് വാൻഗോഗ് മ്യൂസിയം. 1973 ജൂൺ മാസമാണ് ഇത് ആദ്യമായിട്ട് തുറന്നത്, അല്ലെങ്കിൽ ഈ മ്യൂസിയം ആദ്യമായിട്ട് തുറക്കുന്നത്. ഇനി ഇതിന്റെ സ്ഥാനം ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ എവിടെയാണ് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഉത്തരം നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വാൻഗോഗിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നെതർലൻഡ്സിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച മ്യൂസിയവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച 23ാമത്തെ ആർട്ട് മ്യൂസിയവും ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വാൻഗോഗിൻ്റെ മ്യൂസിയമായിട്ടുള്ള ആംസ്റ്റർഡാം മ്യൂസിയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നഗ്നപാതനായ ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം MF ഹുസൈൻ ആണ്. പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. മോണലിസ പെയിന്റിംഗ് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ലൂവ്രെ മ്യൂസിയത്തിലാണ് മോണലിസ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്. മോണലിസ ആരുടെ കലാസൃഷ്ടിയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഡാവിഞ്ചിയുടേതാണ്. കൂടാതെ വിസിലേഴ്സ് മദറും ഗ്രീക്ക് പ്രതിമകളായ വീനസ് ദേ വിലോയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെളിച്ചത്തിന്റെയും നിഴലുകളുടെയും രാജാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ റംബ്രാൻഡ് ആണ്. ഡച്ച് ചിത്രകാരനായിട്ടുള്ള റംബ്രാൻഡ് ആണ്. സർ റിയലിസ്റ്റിക് രീതിയിൽ ചിത്രം വരച്ചിരുന്ന പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ. ഉത്തരം സാൽവദോർ ദാലിയാണ്. വാൻഗോഗ് മ്യൂസിയം എവിടെയാണ്, ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആംസ്റ്റർഡാമിലാണ്. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ഈ പറയുന്ന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയിൽ ഇതുപോലുള്ള ചോദ്യങ്ങളുമൊക്കെ വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിൻ്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.